ഇന്ന് പുസ്തകങ്ങളുടെ കൂട്ടുകാരനെ പറ്റി അറിയാം. കൂത്താട്ടുകുളം വടകര പുത്തൻപുര വീടിന്റെ മുറ്റത്തെ നാട്ടുമാവിൻ ചുവട്ടിൽ കസേരയിൽ 96-ലെത്തിയ പി.യു. മത്തായി പുസ്തകങ്ങളുമായി കാത്തിരിക്കും. വീട്ടിലെത്തുന്ന കുട്ടികളുമായി പുസ്തകത്താളിലൂടെ സംസാരിക്കും. രാവിലെയും വൈകുന്നേരങ്ങളിലും പുസ്തകത്തോടൊപ്പമാണ് മുൻ അധ്യാപകൻ കൂടിയായ മത്തായി. തൊട്ടടുത്തുള്ള കൂത്താട്ടുകുളം വടകര സെയിന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ സംഘം ഇക്കൂറി പുസ്തക ദിനത്തിൽ മത്തായി സാറിന്റെ വീട്ടിലെത്തിയതോടെ പുസ്തകദിനം ആഘോഷമായി മാറി. വിരജാനന്ദ സ്വാമികളുടെ പരമാർത്ഥ പ്രസംഗം, യതി വെളിച്ചം വിതർന്ന വിചാരങ്ങൾ, ടി ചാണ്ടി രചിച്ച ഇന്നത്തെ ചിന്താവിഷയം തുടങ്ങിയ പുസ്തകങ്ങളുടെ വായനയും ചർച്ചയും കുട്ടികളോടൊപ്പം ചേർന്ന് നടത്തിയത് പുസ്തകദിനത്തിലെ വ്യത്യസ്തയുള്ളപ്പുള്ള പ്രവർത്തനമായി മാറി. വടകര സ്കൂളിലെ CJJ സ്മാരക സ്കൂൾ ലൈബ്രറിയുടെ ചുമതല വഹിക്കുന്ന VN ഗോപകുമാർ, സീനിയർ അധ്യാപികയായ ജയമാത്യം, ലൈബ്രറി പ്രവർത്തകരായ വടകര സെയിന്റ് ജോൺസിലെ എബിൻ എബ്രാഹാം ബാബു, ഇമ്മാനുവൽ വർഗീസ്, മാത്യു റെജി, ജോഷുവ ജിജോ എന്നിവരാണ് മത്തായി സാറിനോടൊപ്പം ചേർന്നത്. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴ്ക്കെ എന്ന കവിത പാടി തുടങ്ങിയ ആഘോഷം പുസ്തക ചിന്തകളിലെത്തിയാണ് പൂർത്തിയായത്. മൊബൈൽ ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ വായനയും മത്തായി സാറിന് ഇഷ്ടമാണ്. വടകര സെയിന്റ് ജോൺ സ്കൂളിലെ പഠനത്തിനു ശേഷം 1953 പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനായും പിന്നീട് സഹകരണ വകുപ്പിൽ ഉദ്യോഗസ്ഥനായും ജോലി ചെയ്തു. വിരമിച്ച ശേഷം പുസ്തകങ്ങളും കുട്ടികളാ പെൻഷൻ സംഘടനാ പ്രവർത്തകരുമാണ് പ്രധാന അടുപ്പക്കാരെന്ന് മത്തായി പറഞ്ഞു. ഭാര്യ സാലി മത്തായിയും മക്കളായ അഡ്വക്കേറ്റ് ജോൺ മാത്യു, ജോസഫ് മാത്യു, സോഫിയ എന്നിവരും മത്തായിയുടെ പുസ്തകക്കൂട്ടിനൊപ്പമുണ്ട്.